വിനോദേട്ടൻ ഇപ്പോ ട്രെയിനറാണ്, ഒരു ഗുരുവാണ്, ഒരു ഫൈറ്റ് മാസ്റ്റർ ആണ്. പല ആൾക്കാരും ഫൈറ്റ് പഠിക്കാൻ വരുന്നത് പല റീസൺ കൊണ്ടായിരിക്കില്ലേ. ഇപ്പൊ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ആസ് എ ഗുരു ഒരാള് ഫൈറ്റ് പഠിക്കാൻ വരുന്ന എന്തുകൊണ്ടായിരിക്കും, എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഒരാൾ ഫൈറ്റ് പഠിക്കാൻ വരേണ്ടത്? ശരിക്ക് ആദ്യം ഫൈറ്റ് ചെയ്യേണ്ടത് തന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് സെൽഫായിട്ട് നമ്മൾ ചെയ്യണം. അത് ഇങ്ങനത്തെ ഇടിയല്ല. ഏറ്റവും ആദ്യത്തെ ഘട്ടം ആ വരുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പോരായ്മകളോ ഫിസിക്കലായിട്ടുള്ള മെന്റലി ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തരണം ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രെയിനറുടെ ഏറ്റവും പ്രധാന കാര്യം. അപ്പോൾ വരുന്ന ആളുടെ ഉദ്ദേശം ആദ്യം മനസ്സിലാക്കണം. അപ്പൊ വരുന്ന ഒരു വ്യക്തി ആദ്യം വരണ എനിക്ക് ഒരു മത്സരത്തിന് ഇറങ്ങാനാണ്, എനിക്ക് ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മത്സരത്തിന് ഇറങ്ങണം, എനിക്ക് വിൻ ചെയ്യണം. അയാളുടെ ഉദ്ദേശം അതാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, അയാളുടെ ശരീരം പരിശോധിക്കണം, അയാൾക്ക് എത്ര ആരോഗ്യമുണ്ട്, എത്ര ഗുണങ്ങളുണ്ട് എന്നുള്ളത് നോക്കണം, അയാളുടെ ഭക്ഷണ രീതി, അയാൾ ഉറങ്ങുന്ന രീതി. അപ്പൊ പൂർണ്ണമായിട്ടും ഇപ്പൊ ദങ്കൽ സിനിമയില് ആ കുട്ടികളെ പ്രിപ്പയർ ചെയ്യണതിന്റെ മുമ്പ് അവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തണ വരെ ഇതൊന്നും പറ്റില്ല എന്ന് പറയും. ഈവൻ നഖം വെട്ടലും കാര്യങ്ങളും എല്ലാം മുടി വരെ മുറിച്ചിട്ടാണ് കൊണ്ടുപോകണത്. അപ്പൊ അതേപോലെ ഒരു ടാർഗറ്റിൽ എത്തണം എന്ന് വിചാരിച്ചു വരുന്ന ഒരാൾക്ക് അയാൾക്ക് ഫൈറ്റ് ചെയ്ത് വിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് അതേപോലത്തെ ഒരു റൂട്ടീനും ലൈഫും നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ട്രെയിനർ കൂടെ നിന്നിട്ട് അയാൾ വിൻ ചെയ്യണ വരെ കൂടെ നിൽക്കണം. അതല്ല, നോർമലി കളരി പഠിക്കാനായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അമ്മമാര് വരുന്നുണ്ട്, പെൺകുട്ടികൾ വരുന്നുണ്ട്, ഇനി ചെറിയ കുട്ടികൾ വരുന്നുണ്ട്, മുതിർന്നവർ വരുന്നുണ്ട്. അപ്പൊ പല ആൾക്കാരും ചിലവർ പറയാം എനിക്ക് സെൽഫ് ഡിഫൻസും ആരോഗ്യമൊക്കെ വേണം എന്ന് പറയുന്നവരാണെങ്കിൽ ആദ്യം ആരോഗ്യം ക്രമീകരിക്കും. അതിനനുസരിച്ചിട്ട് പിന്നെ അവർക്ക് ലൈഫിലേക്ക് ആവശ്യമുള്ള ഓരോ ഘട്ടങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ദുർഗക്കുട്ടി ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടു, അമ്മമാരെയും പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടു. എന്തൊക്കെയാ പഠിപ്പിക്കണേ, എങ്ങനെയൊക്കെയാ പഠിപ്പിക്കണേ, എന്താണ് അതിന്റെ പരിപാടി? ഞാൻ ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്, കളരി. അതിന്റെ ഒപ്പം അച്ഛൻ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു സെക്ഷൻ ആയിട്ടാണ് എടുക്കണത്. അപ്പൊ അതില് ഞാന് അമ്മമാരെയും പിന്നെ അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികളുണ്ട്, അവരെയും പഠിപ്പിക്കും. അച്ഛന്മാരെയും അമ്മമാരെയും ഒക്കെ പഠിപ്പിക്കും. ദുർഗക്കുട്ടീനെ ലോക സിനിമയില് നീലിയുടെ ആ കോസ്റ്റ്യൂമിൽ കണ്ടപ്പോ, ഇഞ്ചുറീസ് ഒക്കെ പറ്റി സ്ട്രഗിൾ ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന കണ്ടപ്പോ എന്തായിരുന്നു അതിന്റെ ഒരു ഫീല്? ശരിക്കും ചോദ്യം വളരെ കറക്റ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ഇങ്ങനെ കാണുന്ന ദുർഗേനെ ചേഞ്ച് ചെയ്തിട്ടുള്ള മേക്കപ്പ് ടീം ഗംഭീരായിട്ടാണ്. അപ്പൊ അതില് സുധിയേട്ടൻ, പിന്നെ ഹരീഷ്, അങ്ങനെ കുറച്ച് പേര് എനിക്ക് അറിയാവുന്നവരുണ്ട്. ഇതില് ദുർഗയുടെ പല്ല് സെപ്പറേറ്റ് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ ഡൽ ചെയ്ത് ഫേസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പാച്ചുകളുണ്ട്, ഇഞ്ചുറീസ് പറ്റിയതിന്റെ പാച്ചുകളുണ്ട്, നല്ല റിയലിസ്റ്റിക് ആയിട്ട് അത് ശരിക്കും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് അതുകൂടാതെ പിന്നെന്താ പറയാ, കണ്ണില് ലെൻസ് വെച്ചിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ ആ കണ്ണിന്റെ ഇത് വാമ്പയർ ആയിട്ട് ചേഞ്ച് ആവുന്ന സമയത്തുള്ള കണ്ണിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്. പിന്നെ കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആണ്. ഒരുപാട് ടൈപ്പ് കോസ്റ്റ്യൂം പല ടൈപ്പിൽ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഇപ്പൊ സിനിമയിൽ കാണുന്ന ആ കോസ്റ്റ്യൂമിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ആ കോസ്റ്റ്യൂമും അവളുടെ ഒരു ബോഡിക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നേരിട്ട് കാണുമ്പോൾ, ഇത് തീരെ ചെറിയ കുട്ടിയാണല്ലോ എന്നൊക്കെ തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. സിനിമയിൽ കാണുമ്പോൾ കുറച്ചുകൂടി മുതിർന്ന ഒരു കുട്ടി എന്നുള്ള തരത്തിലാണ് തോന്നിയിട്ടുള്ളത്. മകളില് മാത്രല്ല അച്ഛനിൽ ഒരു കലാകാരൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് വിനോദ് സാറിന്റെ കലാ ലൈഫ്? ശരിക്ക് കളരിയുടെ ഉള്ളില്, അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു വേറെ ഒരു സമ്പ്രദായമാണ്. ഈ സമ്പ്രദായത്തിന് മാത്രമല്ല, കളരിയുടെ ഉള്ളിൽ ഓരോ ഘട്ടം കഴിഞ്ഞു വരും തോറും നമ്മുടെ ബോഡിയിൽ പല ഭാഗങ്ങളെ ആക്റ്റീവ് ആവാൻ തുടങ്ങും. അതൊരു ഉദാഹരണം ചക്രങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മൂലാധാരം, സഹസ്രാരം, സ്വാധിഷ്ഠാനം, അങ്ങനെയൊക്കെ ചക്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ് ആവണതിന്റെ കുറെ തെളിവുകൾ നമ്മുടെ ബോഡി കാണിക്കാൻ തുടങ്ങും. ഇപ്പൊ ഇവിടെ നമ്മുടെ കളരിയില് അവിടെ ഒരു ശില്പങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ ആ ശില്പങ്ങളില് ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു ശില്പം ഫുള്ള് ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യണതാണ്. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ കോവിഡിന്റെ സമയത്ത് ഒരു ശില്പം ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ അത് ഒരു കുറച്ചുപേരെ എത്തുമ്പോഴേക്കും ഈ കോവിഡും കാര്യങ്ങളും പ്രശ്നങ്ങളും കാരണം അദ്ദേഹത്തിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് അതൊരു 8 മാസത്തോളം അത് അങ്ങനെ വേസ്റ്റ് ആയിട്ട് കിടന്നു. അപ്പൊ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ ഒന്നെങ്കിൽ അത് പൊളിച്ചു കളയുക, അതല്ലെങ്കിൽ അതുമേൽ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് മാത്രം ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുമേൽ പതുക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാനാണ് ചെയ്തതെന്ന് പോലും എനിക്ക് തോന്നാത്ത രീതിയിൽ അതുമേൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം, ആ ശില്പം പൂർത്തിയാക്കാൻ പറ്റണു. ഇവിടെയുള്ള എല്ലാവർക്കും അത്ഭുതമായി. അത് കഴിഞ്ഞ് അപ്പുറത്തുള്ള ഹനുമാന്റെ ശില്പം 15 അടിയോളം ഏകദേശം ഹൈറ്റ് വരുന്ന ശില്പം എനിക്ക് ചെയ്യാൻ സാധിച്ചു. എന്നെ സഹായിക്കാൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു, എന്റെ ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കലാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇത്രയും വർഷത്തിന് ശേഷം ഇത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് ഫീൽ ചെയ്തത്.
പിന്നെ ഇഷ്ടമാണ് എല്ലാം. അത് ആക്ടിങ് ഇഷ്ടമാണ്, ചിത്രം വര കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. എന്ത് ചെയ്യാനും വളരെ ഇഷ്ടമാണ്. സിനിമയിലാണെന്നുണ്ടെങ്കിലും സിനിമയുടെ എല്ലാ മേഖലയും വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഒന്നല്ല, സ്ക്രിപ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ആക്ഷൻ ആണെങ്കിലും ആക്ടിങ് ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ക്യാമറ സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ ഇഷ്ടമാണ്. അതെല്ലാം ചെയ്യുമ്പോൾ കൗതുകത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കാറുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയത് എങ്ങനെയാണ്? സിനിമയില് സുഹൃത്തുക്കള് എന്നുള്ള തരത്തിലാണ് സിനിമയില് ചെയ്യണത്, അല്ലാതെ അങ്ങനെ ആക്ടിങ്ങിന് വേണ്ടിയിട്ട് നടക്കാറില്ല. പക്ഷെ ആഗ്രഹമുണ്ട് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള, കാരണം ആർട്ടിസ്റ്റുകൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഓരോ മാർഷൽ ആർട്സ് ചെയ്യുമ്പോഴും അതിന് ഓരോ സ്റ്റൈൽ ആക്ടിങ്ങും ആ മാർഷൽ ആർട്സിന് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റൈലുകളും വരണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പലരും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യായിരുന്നു, നിങ്ങളെ കാസ്റ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗം അപ്പൊ അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളത് ഒന്ന് ഓട്ടർഷ എന്ന് പറഞ്ഞ സുജിത്തേട്ടന്റെ സിനിമയാണ്. സുജിത് വാസുദേവ് ഡയറക്ട് ചെയ്ത് ക്യാമറ ചെയ്ത് അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. പിന്നെ വരദൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ഞാൻ ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതില് ബെസ്റ്റ് ആക്ടർ എന്നുള്ള ഒരു ഇന്റർനാഷണൽ അവാർഡൊക്കെ കിട്ടി. വളരെ ഹാപ്പി ആയിരുന്നു. ഒരാട്ട് പഠിക്കുന്ന പോലെയല്ലോ അത് പഠിപ്പിച്ചു കൊടുക്കാന്ന് പറയുന്നത്, രണ്ടല്ലേ? സാറിന് ഒരാളെ പഠിപ്പിക്കാൻ പറ്റും, ഞാനൊരു ഗുരുനാഥനാണ്, നല്ലൊരു ഗുരുനാഥനാണെന്ന് തോന്നി തുടങ്ങിയ ഒരു മൊമെന്റ് എപ്പോഴാണ്? ശരിക്കും പറഞ്ഞ അത് ലൈഫിൽ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വളരെ ചെറുപ്പം തൊട്ട് തന്നെ. ഇപ്പൊ ഇവിടെ കളരിയിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് എന്റെ ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്റെ തലമുറയിൽ അച്ഛനൊക്കെ പഠിപ്പിച്ചു തരുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെ കളരിയിലും കൊടുത്തോണ്ടിരിക്കുന്നത്. അതായത് അവിടെ എന്ത് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ താഴെ വരുന്ന ആൾക്കാരെ എന്താണോ പഠിച്ചത് അത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ പഠിച്ച വ്യക്തി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പഠിപ്പിച്ച ആൾക്കാണ് അതിന്റെ ശിക്ഷ കിട്ടുക. അതായത് അതിനർത്ഥം പഠിപ്പിക്കുന്ന ഒരാൾ അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം താഴെയുള്ള ആളെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ അത്രയും വളരെ ചെറുപ്പം തൊട്ട് ഒരു 8 വയസ്സും 9 വയസ്സൊക്കെ തൊട്ട് പഠിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയായിരുന്നു. അപ്പൊ ഒരു 15 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഒരുപാട് സ്റ്റുഡൻസോളെ കിട്ടാൻ തുടങ്ങി. അത് മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്റെ ലൈഫ് സ്റ്റൈലും ഞാൻ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു. കാരണം പലർക്കും മാതൃകയാവണം. അപ്പൊ അതിനനുസരിച്ച് എന്റെ സംസാര രീതി ഞാൻ ശരിയാക്കണം. അപ്പോ മാർഷൽ ആർട്സ് മാത്രമല്ല, നമ്മുടെ ചുറ്റും നമ്മുടെ പേഴ്സണാലിറ്റിയെ ചേഞ്ച് ആക്കണം. പലർക്കും നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് ഞാനും ഫോളോ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരുപാട് ശരിക്കും പറഞ്ഞ കുറെ ഭാരങ്ങളാണ് എന്ന് പറയാം. എന്നാലും പക്ഷെ അത് ലൈഫ് നന്നാക്കാനായിട്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായി. അപ്പൊ അവിടുന്ന് അങ്ങനെ വളരെ ചെറുപ്പം തൊട്ടേ കയറി വന്ന് ഇന്നിപ്പോ 1000-10,000 പേര് നിന്ന് കഴിഞ്ഞാലും നമുക്ക് അവരെ പഠിപ്പിച്ചെടുക്കാം. പല മൈൻഡുള്ള ആൾക്കാരാവും നിൽക്കുന്നുണ്ടാവുക. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ത്യൻ 3 വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ 3 എനിക്ക് കിട്ടിയിട്ടുള്ള പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ട്രെയിനിങ് ആണ് ആർട്ടിസ്റ്റുകൾക്ക്, സീനിയർ ആർട്ടിസ്റ്റുകൾക്കുള്ള ട്രെയിനിങ്. ഇപ്പൊ കാജൽ അഗർവാള് അവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ സീനിയർ ആർട്ടിസ്റ്റുകൾക്കുള്ള ട്രെയിനിങ് ഉണ്ട്. അതുകൂടാതെ നമ്മള് സാധാരണ ആക്ടേഴ്സിനും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഉള്ള ട്രെയിനിങ് വരുന്നുണ്ട്. അപ്പോൾ അത് റഷ്യൻസ് തന്നെ ഓൾമോസ്റ്റ് ഒരു 150ഓളം പേര് റഷ്യൻസ് ഉണ്ടായിരുന്നു. പ്ലസ് അതുകൂടാതെ സാധാരണ നമ്മള് തമിഴ് ഫൈറ്റേഴ്സും മലയാളം ഫൈറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് 100-300ഓളം പേർക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. പ്ലസ് പിന്നെ കൊറിയോഗ്രാഫി ചെയ്യുക. 2 ടൈപ്പ് കൊറിയോഗ്രാഫി ഉണ്ട്. ഒന്ന് നമ്മൾ പ്ലാനഡ് ആയിട്ടുള്ള കൊറിയോഗ്രാഫി, പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് ആർട്ടിസ്റ്റോടെ പഠിപ്പിക്കുക. 2 സ്പോർട്ട് കൊറിയോഗ്രാഫി. പ്ലസ് പിന്നെ അടുത്തൊരു സംഭവം വരുന്നത്, എനിക്ക് അതിലൊരു ക്യാരക്ടർ എന്നോട് ചെയ്യാൻ പറഞ്ഞു ശങ്കർ സാറ്. അത് കമൽ സാറിന്റെ ഒപ്പം ഉള്ള ഒരു കോർഡിനേഷൻ ക്ലൈമാക്സ് സീനൊക്കെ ആയിട്ട് ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരാളുടെ ക്യാരക്ടർ. അപ്പൊ എന്നെ തെരഞ്ഞെടുക്കാൻ ഒരു കാരണം കൂടി പറഞ്ഞു, നിങ്ങൾക്ക് ഓൾറെഡി മാർഷൽ ആർട്സ് അറിയാം, കളരി കാര്യങ്ങൾ അറിയാം, നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ കമൽ സാറിന്റെ ക്യാരക്ടറിന്റെ ഉറ്റ കൂട്ടുകാരൻ, ഫ്രണ്ട് എന്നുള്ള തരത്തിലാണ് പറഞ്ഞിട്ട് ഇത് ചെയ്തായിരുന്നത്. അപ്പം ഒരു ആയോധന കല പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ എളുപ്പമുള്ള ടാസ്ക് ഒന്നുമല്ല. ലൈക്ക് നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, നല്ല സ്ട്രെസ് ഉണ്ട്, പിന്നെ ബോഡി പെയിൻ, അങ്ങനെ ഇഷ്ടംപോലെ ഒരു പ്രോസസ് ആണല്ലോ. അപ്പോ എല്ലാവർക്കും തുടക്കത്തിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രചോദനം പിന്നീട് ഉണ്ടാവണമെന്നില്ല. കുറെ പേർക്ക് നിർത്തി പോണവരുണ്ട്. അപ്പൊ ഈ നിർത്തി പോകുന്ന സ്റ്റുഡൻസിന്റെ അടുത്തുള്ള സ്വന്തം അനുഭവം എന്തായിരിക്കും, എങ്ങനെയാണ്? ശരിക്കും എല്ലാ കലകളിലും ഈ സംഭവങ്ങളുണ്ട്. ഏറ്റവും പ്രാധാന്യം വളരെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാലും എന്ത് കല പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അതില് ബോറിംഗ് ആയിട്ടുള്ള പോർഷനും ഉണ്ടാവും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. ഇതിന് ഏറ്റവും ആദ്യം തന്നെ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർഷൽ ആർട്സ് ആയിട്ട് കാണാതെ ഇന്നൊരു വിധം പാരന്റ്സ് ഒക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള തരത്തിൽ ആദ്യം കാണണം. അപ്പോൾ മിക്ക പേരൻസും അത് മനസ്സിലാക്കിയ കാരണം കൊണ്ട് തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് പോകുന്ന അതേ പ്രാധാന്യത്തോട് കൂടിയിട്ട്
ഇതിനും അയക്കുക. അതായത് കുട്ടികൾക്ക് ഇഷ്ടമല്ലെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ ഇതിൽ അറ്റൻഡ് ചെയ്യണം. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പാരന്റ്സ് ചെയ്യുന്ന പല കാര്യങ്ങളിലും ഒരു കാര്യമാണിത് എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ട് അവരൊന്ന് കൃത്യമായിട്ട് അയക്കും. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് വന്ന കുട്ടികൾക്ക് ഈ മാർഷൽ ആർട്സ്, ഇത്രയും ഭാരമേറിയ മാർഷൽ ആർട്സ് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർഷൻസും ബോറിംഗ് ആയിട്ടുള്ള പോർഷൻസ് ഇടകലർത്തിയിട്ട് കൊടുക്കും. പിന്നെ കളരിയിൽ തന്നെ അത്യാവശ്യം ഗെയിംസ് കാര്യങ്ങൾ കൊടുക്കും. പിന്നെ ഇവരുടെ ഭക്ഷണ രീതികൾ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇവർക്ക് ആരോഗ്യം ഉണ്ടാവാൻ തുടങ്ങും. ആരോഗ്യം വരുമ്പോൾ കുട്ടികൾക്ക് ഒരു പ്രത്യേകത അറിയാം. ഇപ്പൊ നമ്മുടെ ദുർഗ തന്നെ ചെയ്യാൻ തുടങ്ങുമ്പോൾ വളരെ ത്രില്ലിംഗ് ആയി തുടങ്ങി. അവള് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് ആക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീൻ പോലെ പിന്നെ നന്നായി വർക്ക് ചെയ്തോളും. എത്ര നേരം വേണമെങ്കിലും നിന്ന് വർക്ക് ചെയ്യും. അതെന്താ വെച്ചാൽ ഇത്രയും പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത്രയും പേര് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഇവരൊക്കെ എല്ലാവരുടെയും മുമ്പിൽ നിന്നിട്ട് ഞാൻ പെർഫോം ചെയ്യണം, എല്ലാവരും എന്നെയാണ് കാണുന്നത്. ഇതേപോലെ തന്നെയാണ് കളരിയിൽ വരുമ്പോൾ ഓരോ കുട്ടികൾക്കും ഞങ്ങൾ വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ കൊടുക്കും. നന്നായി ചെയ്യുമ്പോൾ നന്നായി അപ്രിഷിയേറ്റ് ചെയ്യും. അവരെന്തെങ്കിലും ഒരു മൈനസ് ഉണ്ടായി മാറ്റി നിർത്തിയിട്ട് അവരോട് സംസാരിക്കും. അപ്പോൾ എന്നിട്ടും നിർത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അത് പാരന്റ്സ് പറഞ്ഞ് മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നം തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ദുർഗക്കുട്ടി 35 ടേക്കൊക്കെ പോയ സീൻ ഉണ്ട്. അത് ക്യാമറയുടെ മിസ്റ്റേക്ക് ആയിരുന്നു. എന്നിട്ടുള്ള എനർജി കീപ്പ് ചെയ്ത് പോയി എന്നുള്ളൊരു പരിപാടി കേട്ടിരുന്നു. എങ്ങനെയായിരുന്നു സെറ്റില്? അത് ക്യാമറയുടെ മിസ്റ്റേക്ക് അല്ല, ശരിക്കും ആ ഷോട്ട് പ്ലാൻ ചെയ്തത് ഒറ്റ ഷോട്ടിൽ ഈ ഫൈറ്റ് നടക്കണം 360 ലെവലിലേക്ക് ക്യാമറ ഫ്രെയിം ഓടി എത്തണം. അത്രയും ഫാസ്റ്റില് ക്യാമറമാൻ ഇതും കൊണ്ട് ഇത്രയും ഭാരമേറിയ ഈ എക്യുപ്മെന്റും കൊണ്ട് ഓടണം. അപ്പോൾ ആളെ സംബന്ധിച്ചിട്ട് അത് ഓടി എത്തുമ്പോഴേക്കും ഫൈറ്റ് മാസ്റ്റർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അത് കിട്ടാതെ വരുമ്പോഴാണ് ടേക്കുകൾ വരേണ്ടി വന്നത്. ഷോട്ടുകൾ മാറി മാറി വീണ്ടും വീണ്ടും റീടേക്ക് വേണ്ടി വന്നത്. അപ്പൊ അതില് എല്ലാവരും പെർഫെക്റ്റ് ആയിരുന്നു. ഈവൻ ക്യാമറമാനും പെർഫെക്റ്റ് ആണ്. പക്ഷെ രണ്ടുപേരും ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റാതെ വരും. അപ്പൊ ദുർഗയുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുർഗയ്ക്ക് അത് ബാധിച്ചാർന്നില്ല. ദുർഗ ഓരോ തവണ ചെയ്യുമ്പോഴും ഓക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ചെയ്യാട്ടാന്ന് പറയുമ്പോൾ ഓക്കെ റെഡി എന്ന് പറയണു. അതേപോലെ തന്നെ നിൽക്കണം, അതിന്റെ കണ്ടിന്യൂറ്റി അതേപോലെ തന്നെ നിൽക്കണം, ബോഡി പോലെ ഇളകണില്ല, വീണ്ടും 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 ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ അവൾക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണക്രമം വരെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അതിന് നമ്മുടെ പ്രൊഡക്ഷൻ ഫുഡിലെ ഒരു ചേട്ടൻ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അപ്പൊ അവൾക്ക് ഇളനീരും അതിന്റെ കാമ്പ് പിന്നെ അതേപോലത്തെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഭക്ഷണങ്ങൾ കൊടുത്തു. അപ്പൊ അത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരില്ല, ചെയ്യാൻ എനർജി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് ആ ഷോട്ടൊക്കെ ആക്ടേഴ്സും ഫുൾ ടയർഡായിട്ടും ദുർഗ രീതിയില് അതെ അതെ. അതുകൂടെ കളരിയിലോ ആയാലും അതാണ്. പഠിപ്പിക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നിന്ന് ചെയ്യും. ആ സമയത്ത് ഇഞ്ചുറിയോ കാര്യങ്ങളോ മേത്ത് എന്തെങ്കിലും പറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്താൽ മൈൻഡ് ചെയ്യില്ല. അത് ഫിനിഷ് ചെയ്തിട്ട് മാത്രമേ ആവുള്ളൂ. അത് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുള്ളൂ. നമ്മൾ ചെയ്യുന്ന വർക്കിൽ ചെറിയ പ്രശ്നങ്ങൾ, നമ്മുടെ ശരീരത്തിൽ പറ്റുന്ന പ്രശ്നങ്ങളല്ല നോക്കേണ്ടത്. ചെയ്യുന്ന വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുന്ന വേണം നിർബന്ധമായിട്ട്. അങ്ങനെ തന്നെ ദുർഗയ്ക്ക് ഈ കളരിയിലും വെപ്പൺസും ഇങ്ങനത്തെ ആയുധങ്ങളെ പഠിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായ ഒരു മൊമെന്റ് എപ്പോഴാണ്? ശരിക്കും പറഞ്ഞ അത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. 3 വയസ്സിൽ ചേർത്തി എന്ന് പറയുന്നത് അങ്ങനെ നിർബന്ധിതമായിട്ട് ചേർത്തിയതല്ല. അവരെ എപ്പോഴും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അവര് കളിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ ഇടയിൽ പോകുമ്പോൾ ചില ട്രിക്കുകളൊക്കെ ചെയ്യും. ചിലപ്പോൾ ജമ്പ് ചെയ്യും, ഇപ്പൊ ബോളൊക്കെ കളിക്കാൻ വെച്ചാൽ ഫ്ലിപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഫീലാണ്. അപ്പൊ അങ്ങനെ അപ്പൊ അത് അവര് ചെയ്യാൻ ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ പുറത്തൊന്നും ചെയ്യരുത്, കളരിയിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ സേഫ് ഉള്ള സ്ഥലം അങ്ങനെ ചെയ്യാന്നുള്ളതിൽ. അപ്പൊ പിന്നെ അതേപോലെ ഇവിടെ ക്ലാസ് എടുക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ അതേപോലെ വരും, ഇതിന്റെ ഇടയിലൊക്കെ വരാനും ഇറങ്ങാനൊക്കെ തുടങ്ങി. അപ്പൊ അവർക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവരുടെ വിചാരം കളരിയല്ല, ഇതൊരു ഗെയിമാണ്, അങ്ങനെ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ എന്തോ മുതിർന്നവരൊക്കെ കളിക്കണതിൽ ഞങ്ങളെയും കൂട്ടുന്നില്ല. അപ്പൊ അതിന്റെ ഒരു സന്തോഷം. അപ്പൊ അങ്ങനെ വന്നപ്പോ കൃത്യമായിട്ട് ഇതിന്റെ നിയമപ്രകാരം അവരെ കളരിയിൽ ഇറക്കി. എന്നിരുന്നാലും കളരിയുടെ ചൂടുകളൊന്നല്ല ആദ്യം പഠിപ്പിച്ചാർന്ന്. ഇതിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അത് ആ ബാഹുബലി ഓഡിയോ ലോഞ്ചിങ്ങിന്റെ സ്റ്റേജിൽ അവർ പെർഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാ ചെയ്യണേ. അവൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് അവള് മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് തുടക്കം തുടങ്ങിയത്. പക്ഷെ ഒരു 4 വർഷം കൂടി കഴിഞ്ഞോട് കൂടിയിട്ട് ദുർഗ പല കാര്യങ്ങളും ഓരോരുത്തർ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റൈല് അവൾ അതേപോലെ തന്നെ നോക്കി ചെയ്യും, വൈഫ് ചെയ്യുന്ന ഒരു സ്റ്റൈല് അത് അതേപോലെ നോക്കി ചെയ്യുക. അപ്പൊ അത് എല്ലാ കുട്ടികളും ഇല്ല, പക്ഷെ ചില കുട്ടികൾ നന്നായിട്ട് അതേപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്ക് അതിന് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ വന്നപ്പോ വൈഫിന്റെ കാലിനും സാറിന്റെ കാലിനും ഒരു തള കണ്ടായിരുന്നു. അത് എന്താണ് അതിന്റെ ഉണ്ട്. അത് ഇവിടുത്തെ രീതി എന്ന് പറയുമ്പോൾ
തളകള് ഇപ്പൊ തളയായിട്ടാണ് കണ്ടാണ് ഇതിന്റെ ഒരു എൻഡ് എത്തി നിൽക്കുന്ന ഇതാണ്. ആണുങ്ങൾക്ക് ഇടത്തെ കാലുമിലും സ്ത്രീകൾക്ക് വലത്തെ കാലുമിലാണ് ഇത് ധരിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ രീതി പ്രകാരം അപ്പൊ ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു ചരടിന്റെ അറ്റത്ത് ഒരു മണി, വെള്ളി കൊണ്ടോ അല്ലെങ്കിൽ ചെമ്പ് കൊണ്ടോ ഉണ്ടാക്കിയ ഒരു മണിയായിരിക്കും. അപ്പൊ അതിന്റെ ഉള്ളില് ഒരു ഹോള് പോലെയായിരിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നീട് അത് ചെമ്പ് മാറിയിട്ട് പിന്നെ അത് വെള്ളി, അങ്ങനെ മാറി മാറി വരികയാണ് ചെയ്യുക. ഇനി പഞ്ചലോഹമാണ് ശരിക്കും വേണ്ടത്. ഇപ്പോഴത്തെ ടൈമിൽ അത് ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്ന് ഉപാസനയും കാര്യങ്ങളും ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ വാമഭാഗം എന്നാണ് പറയുക. അപ്പൊ ഇതിന് സങ്കല്പം വെച്ചിട്ടുള്ളത് വലത് ഭാഗം പുരുഷനും ഇടത് ഭാഗം സ്ത്രീ എന്നുള്ള തരത്തില്. അതായത് പുരുഷൻ എന്ന ഞാൻ സ്ത്രീയും കൂടി ചേർന്നിട്ടാണ് പൂർണ്ണനാവുന്നുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇതിലുള്ളത്. അപ്പോ അത് എന്റെ ഈ ഇടത് ഭാഗം സ്ത്രീ എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോ ആ ഇടത് ഭാഗത്തിനെ സംരക്ഷിക്കാനും അതിന്റെ ഊർജം എനിക്ക് അനുഭവിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ കാലുമിന്റെ ഇടത്തെ ഭാഗത്ത് തള ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് പിന്നിൽ ഒരുപാട് പറയാനുണ്ട്, അത് പെട്ടെന്ന് പറഞ്ഞാൽ തീരില്ല. അതേപോലെ തന്നെയാണ് സ്ത്രീ എന്നുള്ള കൺസെപ്റ്റില് അവര് വലത്തെ ഭാഗം പുരുഷനായിട്ട് സങ്കല്പിച്ചിട്ട് വലത് കാലുമിലാണ് ഭദ്ര തളയിട്ടിട്ടുള്ളത്. അപ്പോ നിങ്ങൾ രണ്ടുപേരും ചേർന്നിരുന്ന് ചെയ്യുന്ന കുറെ മെഡിറ്റേഷൻസും അതുപോലെ ഉപാസന രീതികളുണ്ട്. പോലെയാണോ? ശരിയാണ്, അതന്നെ ഉണ്ട്. അതേ കൺസെപ്റ്റ് ആണ്. പിന്നെ ശരിക്കും ഇവിടത്തെ കൺസെപ്റ്റില് ശരിക്കും പറയാന്ന് പറഞ്ഞാൽ രണ്ട് പ്ലസും അല്ല, പ്ലസും മൈനസും എന്നുള്ള പറയണ പോലെ രണ്ട് വ്യത്യസ്ത എനർജികൾ കണക്ട് ആയിട്ട് വേണം, എന്നാലാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള എനർജിയുടെ ഗുണങ്ങൾ കിട്ടുള്ളൂ. അത് കളരിയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും എല്ലാറ്റിലും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു ബോണ്ടിങ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ഫൺ ക്വസ്റ്റൻ ആണ്. ഇപ്പൊ സാർ ചെറുപ്പം തൊട്ട് പഠിച്ചു വരുന്നതാണ് ഈ ആയോധന കലയൊക്കെ. പഠിച്ചു വരുന്ന സമയത്ത് ആർക്കെങ്കിലും ഒക്കെ രണ്ടെണ്ണിട്ട് പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. നല്ല ദേഷ്യമൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചെറിയ കുട്ടിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത്. കാരണം ആ ടൈമില് നമുക്ക് നല്ല വാശിയും ദേഷ്യവും എല്ലാം ഉണ്ടാവില്ല. പക്ഷെ മാർഷ്യൽ ആർട്സിന്റെ ഒരു പ്രത്യേകത അറിയാൻ തുടങ്ങിയത് അതിന്റെ ഓരോ സ്റ്റെപ്പും പഠിച്ച് മുകളിലേക്ക് വരാൻ തോറും നമ്മുടെ അറിവുകൾ കൂടാൻ തുടങ്ങുമ്പോൾ ഒരാളെ ഉപദ്രവിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. അത് ഒരു പക്ഷെ മരണം പോലത്തെ അവസ്ഥയിലേക്കൊക്കെ വരാൻ എത്താം. നമ്മുടെ ഒരു ദേഷ്യത്തിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ അത് കയറി വരും തോറും നമ്മൾ ഒതുങ്ങി വരും ചെയ്യും. നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്കാവും. നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവുകൾ വന്നു തുടങ്ങും. പിന്നെ അതിന്റെ ഫ്യൂച്ചറിൽ സംഭവിക്കാവുന്ന അപകടാവസ്ഥകളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും നമുക്ക് അത് വേണ്ടി വരാറില്ല. പിന്നെ പല കാര്യങ്ങളും ഇപ്പൊ നമ്മളിപ്പോ ഇനിയിപ്പോ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് വെട്ടിത്തിരിഞ്ഞൊന്ന് മാറിയാൽ തന്നെ ചിലപ്പോൾ വരാൻ പോണ ആള് ആയി പോവാം. ഇനിയിപ്പോ ഓടണം എന്നുണ്ടെങ്കിൽ ഓടാം, നല്ല സ്റ്റാമിന ഉണ്ടാവും. ഇനിയിപ്പോ മാർഷ്യൽ ആർട്സ് പഠിച്ച ഒരു വ്യക്തി, സ്പോർട്സ് ചെയ്യുന്ന ഒരു വ്യക്തി ഒക്കെ എപ്പോഴും നല്ല ആക്റ്റീവും നല്ല സ്റ്റാമിന ആയിരിക്കും. മാർഷ്യൽ ആർട്സ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ പ്രിവെൻഷൻ, അതായത് എന്ത് അറ്റാക്കോ എന്ത് കാര്യങ്ങൾ ഉണ്ടാവണം തടയാനോ ഒഴിയാനൊക്കെ ഉള്ള ഒരു സെൻസ് എപ്പോഴും ബോഡിയിൽ ഉണ്ടായിരിക്കും. പ്രാക്ടീസ് വേണം. ചെറുപ്പം തൊട്ടേ ഞാൻ കേട്ട് വളർന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കളരി പഠിപ്പിക്കുമ്പോൾ ഗുരുക്കന്മാരും ശിഷ്യന്മാർക്ക് എല്ലാ അഭ്യാസ മുറകളും പഠിപ്പിക്കില്ല എന്നുള്ള കാര്യം. അപ്പൊ തലമുറകളായിട്ട് ഈ കളരിനെ പറ്റിയിട്ടുള്ള അഭ്യാസ മുറകൾ ലിമിറ്റഡ് ആവുന്നുണ്ടോ ഒരു പരിപാടിയില്ലേ? അത് ശരിക്കും സത്യമാണോ ഒരു മിത്താണ്? ഞാനും അത് കേട്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതായത് കേട്ടിട്ടുണ്ടെന്ന് പറയാൻ കാരണം പലയിടത്തും ചില വിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കില്ല. അപ്പൊ അതിന്റെ കാരണങ്ങൾ പലതരത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലവർക്ക് അത് പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ടാവില്ല. കാരണം ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള അതുവരെയുള്ള ആർജിച്ചിട്ടുള്ള കഴിവും പാരമ്പര്യമായിട്ടുള്ള കിട്ടിയിട്ടുള്ള കഴിവുകളും എല്ലാം ഉണ്ടാവും. അത് ചിലപ്പോൾ വേണ്ട വിധത്തിൽ പകർന്നു കൊടുക്കാൻ പറ്റിയ ഒരു പാത്രം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അത് കൊടുക്കാനും പറ്റാതെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ ഒരു ഊഹമാണ് അത്. സാധാരണ രീതിയിൽ ശരിക്കും പറയണ വെച്ചാൽ മരണദീക്ഷ പോലെ തന്നെ അത് ചെയ്യും. അത് കളരിയിലൊക്കെ അങ്ങനെ ചെയ്തിട്ട് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ കളരിയുടെ ഒക്കെ സമ്പ്രദായങ്ങളിൽ അങ്ങനെയാണ്. അതായത് നമ്മുടെ അയാളുടെ ശരീരത്തിലെ സകല എല്ലാ എനർജികളും അയാളുടെ അറിവും അയാളുടെ അതുവരെയുള്ള സിദ്ധികളും എല്ലാം മരണദീക്ഷ പോലെ അടുത്ത പിൻഗാമിക്ക് കൊടുത്തുകൊണ്ട് മരണപ്പെടുക എന്നുള്ളതൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഗുരു ശിഷ്യനിലേക്കോ അല്ലെങ്കിൽ അടുത്ത പിൻഗാമിയിലേക്കോ ഈ ഗുരുവിന്റെ ചൈതന്യം എത്തുക എന്നുള്ളതാണ്. അപ്പോ നമ്മൾ തന്നെ സ്വാഭാവികമായിട്ട് ചിന്തിച്ചറിയാം, നമ്മൾ
നമ്മുടെ ബ്രെയിനൊക്കെ ആക്ടിവേറ്റ് ആയ നമ്മൾ പഠിക്കുക കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ അറിയാതെ സംസാരിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അത് ആ സമയത്ത് ബ്രെയിൻ ജ്വലിച്ച് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ ഇതേപോലത്തെ സിദ്ധികളോ ദീക്ഷയോ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിദ്ധികളോട് കൂടിയിട്ട് നമ്മുടെ ബ്രെയിനിൽ വരുന്നു. നിശ്ചിതമായിട്ടുള്ള നമ്മുടെ ശരീരം അതിന് സജ്ജമാവുന്ന സമയത്ത് അത്തരം അറിവുകളും വന്നു കയറും, അല്ലെങ്കിൽ ആ അറിവുകൾ ആക്ടിവേറ്റ് ആവും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അറിവ്. അപ്പൊ ശരിക്കും അങ്ങനെയുള്ള ഒരാൾക്കാണ് ചിലപ്പോ പിൻഗാമിയായിട്ടൊക്കെ തെരഞ്ഞെടുക്കുക. ചിലപ്പോ സ്വന്തം തലമുറയിലത്തെ ഒരാളെ തന്നെ കിട്ടാതെയും വരാം, പുറത്തുനിന്ന് അതേ യോഗ്യതയുള്ള ഒരാൾ വന്നു ചേരാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പ്രകൃതിയുടെ ഒരു കണക്ഷൻ അങ്ങനെയാണ്. നമുക്ക് ശരീരം കൊണ്ടാണ് പലയിടത്തും പെട്ടെന്ന് എത്താൻ പറ്റാത്തുണ്ടാവുള്ളൂ. പക്ഷെ ഈ നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പല ആൾക്കാരും പല ഭാഗത്തും ഉണ്ടാവും. ഒരു സമയമാവുന്ന സമയത്ത് അട്രാക്ഷൻ, വിവാഹമൊക്കെ പോലെ. ലോക പോലുള്ളൊരു സിനിമ ചെയ്ത് ഇപ്പൊ ദുർഗക്കുട്ടിയും വിനോദ് സാറും ഇപ്പൊ നമ്മുടെ ഒപ്പം ഉണ്ട്. ഇത്രയും നേരം പാരഡൈം തോട്ട്സിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത ഇങ്ങനൊരു അവസരം തന്ന സാറിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുപോലെ ഇഷ്ടംപോലെ ആക്ഷൻ മൂവീസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.